ഹോർമുസ് കടലിടുക്ക് കടന്ന മറ്റൊരു ടാങ്കർ കൂടി നാളെ ഇന്ത്യയിലെത്തും. മുംബൈയിലാവും ടാങ്കർ എത്തുക. രണ്ടാമത്തെ എണ്ണക്കപ്പലാണ് നാളെ എത്തുക. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഇവിടുത്തെ ചില ഇസ്രായേൽ പക്ഷപാതികൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇറാൻ എല്ലാ കാലത്തെയും ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. വലിയ സാംസ്കാരിക കൾച്ചറൽ പാരമ്പര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്, അവകാശപ്പെടാനുണ്ട്. രാമായണം ആദ്യമായി പുറത്തേക്ക് വന്നൊരു ഭാഷ അത് പേർഷ്യൻ ഭാഷയാണ്. അങ്ങനെ നോക്കിയാൽ ചരിത്രത്തിൽ ഒരുപാട് കൾച്ചറൽ ബന്ധങ്ങൾ, അതല്ല ചബഹാറൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പെസഷ്കിയാനുമായി കാര്യമായ ചർച്ചകൾ നടത്തിയെന്ന് കേൾക്കുന്നു. ദീർഘസമയം സംസാരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. ആ സംസാരത്തിന്റെ വിവരങ്ങൾ ലഭ്യമാണോ? എന്തായാലും ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇന്ത്യയെ ബാധിക്കില്ല എന്ന് പറയാനായോ ബൽറാം? ഹഷ്മി സ്മിത, ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയും ഇറാനുമായി ദീർഘകാലത്തെ ബന്ധങ്ങളുണ്ട്. അത് ചരിത്രാതീത കാലം മുതലുള്ള ബന്ധം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു ബന്ധം ഈ ഒരു സംഘർഷ സമയത്തും ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ, നടപടികളെടുക്കാൻ ഇറാന് കാരണമാകുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഈ പ്രതിസന്ധി ആരംഭിച്ച ശേഷം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 3 തവണ ഇറാനിയൻ നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ കപ്പലുകൾക്ക് ഇളവ് ലഭിച്ചിരിക്കുന്നു. ഈ സംഘർഷം ആരംഭിച്ച ശേഷം ആദ്യമായി 2 ഇന്ത്യൻ കപ്പലുകൾ ഈ മേഖല കടന്ന് വന്നിരിക്കുന്നു. അത് ഇറാന്റെ അനുമതിയോടെയാണ് ഇന്ത്യക്ക് അത്തരത്തിൽ നീങ്ങാൻ കഴിഞ്ഞത്. ഒരു കപ്പൽ ഇന്നലെ മുംബൈ തീരത്ത് അടുത്തു. രണ്ടാമത്തെ കപ്പലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഫോണിൽ ദീർഘ ചർച്ചയാണ് നടന്നത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മേഖലയിലെ ഗുരുതരമായ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തിയിട്ടുണ്ട്. സംഘർഷം വർദ്ധിക്കുന്നതിലും ഒപ്പം തന്നെ മനുഷ്യർ ഈ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നതിലും വലിയ തോതിലുള്ള നാശനഷ്ടം, ആൾനാശം ഉൾപ്പെടെ ഉണ്ടാകുന്നതിലും പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ഇന്ത്യൻ ചരക്കുകളുടെ തടസ്സമില്ലാത്ത നീക്കവും അത് സാധ്യമാക്കണമെന്നും അതിനാണ് ഇന്ത്യയുടെ മുൻഗണന എന്നുമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നുള്ള ഇന്ത്യയുടെ നിലപാട് രാജ്യം ആവർത്തിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിലും ഇക്കാര്യം ആവർത്തിച്ചിരിക്കുകയാണ്. യുദ്ധമല്ല, ചർച്ചയിലൂടെ സമാധാനം കണ്ടെത്താനുള്ള ശ്രമമാണ് വേണ്ടത് എന്നാണ് ഈ ചർച്ചയിൽ പ്രധാനമന്ത്രി പ്രധാനമായും അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷ, ഇന്ത്യൻ ചരക്കുകളുടെ നീക്കം എന്നീ വിഷയങ്ങളെല്ലാം തന്നെ ഈ ഒരു ചർച്ചയിലും ഭാഗമായിട്ടുണ്ട്. എന്തായാലും അതിൽ അനുകൂലമായ ഒരു നടപടി വരും ഘട്ടങ്ങളിലും ഇന്ത്യക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹഷ്മി സ്മിത, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ഒരുപക്ഷെ മസൂദ് പെസഷ്കിയാനോ അല്ലെങ്കിൽ ലാരിജാനിയോ മാത്രം തീരുമാനിക്കുന്ന പോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ഈ പറയുന്ന നമ്മളത് കണ്ടതുമാണ്. പെസഷ്കിയാൻ പറയുന്നു എല്ലാ GCC രാജ്യങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കുന്നു. ഇനി ഇങ്ങനെ അപ്പൊ തന്നെ അടിയുള്ളത്. അവിടെ ഈ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടാൽ മാത്രം ആക്റ്റീവ് ആവുന്ന ഒരു പ്രോട്ടോകോൾ അവിടെ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം 31 പ്രവിശ്യകളായി തിരിഞ്ഞ് ഓരോ പ്രവിശ്യയ്ക്കും ഓരോ കമാൻഡർമാർ, ഓരോ പ്രവിശ്യയ്ക്കും അവരവരുടെ തീരുമാനങ്ങൾ, അവരവരുടെ ആയുധപ്പുര, അപ്പോൾ അവരുടെ മാത്രം തീരുമാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഈ മൊജത്തബ കമ്പനിക്ക് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ പെസഷ്കിയാനോ അല്ലെങ്കിൽ ലാരിജാനിക്കോ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം IRGCയിൽ ചുമത്താൻ കഴിയില്ല. അപ്പോൾ IRGCയുടെ ഇറാന്റെ വിപ്ലവ സൈന്യം അവരുടെ വഴിക്ക് പോവാണ്. പ്രസിഡന്റും അവരൊക്കെ ഓരോരോ പ്രതികരണങ്ങൾ നടത്തുന്നു എന്നതിനർത്ഥം അവരെ നിയന്ത്രിക്കപ്പെട്ടു എന്നാണോ എനിക്കറിയില്ല. കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇന്നലെ 3 കണ്ടീഷൻസ് ഉണ്ട്. അതനുസരിച്ച് ഏതായാലും ചർച്ചകൾ നടക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. അതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.